അസ്സലാമലൈക്കും. എൻ്റെ അമീൻ കുട്ടിക്ക് ഒരു മുട്ട പുഴുങ്ങണം എന്ന് പറഞ്ഞിട്ട് പുഴുങ്ങിയാണ് ഗെയ്സ്. അങ്ങനെ അതും കഴിഞ്ഞ് അപ്പോഴാണ് മിച്ചുക്കുട്ടിക്ക് ഞാൻ മുന്തിരിയും ഈത്തപ്പഴം അപ്പോൾ അമീനും വേണം എന്നിട്ട് അമീനും കൊടുക്കുകയാണ് ഗെയ്സ്. അങ്ങനെ കറുത്ത മുന്തിരി നല്ലതാണ്, നമുക്ക് കുട്ടികൾക്ക് പടപ്പുണ്ടാകാനും രക്തം വെക്കാനും. അങ്ങനെ രാവിലെ വെറും വയറ്റിൽ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിയിട്ട് അലംനഷ്റ മന്ദിരിച്ച് ഊതി കൊടുത്താൽ മതി. അങ്ങനെ മുട്ട പറിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അമീന് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് നമ്മളെ മക്കൾ ഇതാ മദ്രസയിൽ വിട്ട് വരികയാണ് ഗെയ്സ്. ഇതാ ഞാൻ മക്കളെയും വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ പൊന്നു മക്കളിതാ ഒരാളെടുത്തോ, അവന് കൈ പിടിക്കേ. സലാം ചൊല്ലിക്കേറണേ. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാന്റെ കണ്ട മിച്ചുമോളെ കണ്ടാ മിച്ചു കാല് കഴുകിയതാണ്ടാ, കാല് കഴുകണം കേട്ടാ. പുറത്തുനിന്ന് വന്നാലേ കാല് കഴുകിയിട്ടേ കയറാൻ പറ്റൂ, ഭയങ്കര ചളിയുണ്ടാവും. എന്റെ മുത്തുമണി എന്തുണ്ട്? സലാഞ്ജലി കയറണേ. വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മദ്രസയിലും വിട്ട് ഉമ്മ അടുത്താ നോക്കിയിട്ട് പോണ. അങ്ങനെ ഗൈസ് എൻ്റെ മോള് ഉമ്മമാൻ്റെ വീട്ടിൽ പോയി. അപ്പോഴത്തേക്ക് നമ്മൾക്ക് കോഫി ഉണ്ടാക്കാൻ ഞാൻ പിന്നെ അത് കടയിൽ പോയാൽ ഒരു 10 രൂപേൻ്റെ കോഫിപ്പൊടി വാങ്ങിയിന്. കോഫി ഉണ്ടാക്കിയാണ്. അങ്ങനെ നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ട് പൊടിയെടുത്ത് കുഴച്ച് നമ്മൾ പത്തിരി ചുടാൻ പോയാണ് ഗൈസ്. വൈകിപ്പോയി. അപ്പോൾ നമ്മൾ പത്തിരി ചുട്ടിട്ട് എന്താ നിങ്ങൾ കാണാം. അങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനൽ ഒന്ന് വിജയിപ്പിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുക, ഷെയർ ചെയ്യുക. ചോറ് വെച്ച് നമ്മൾ വാർത്തിട്ടുണ്ട്. അങ്ങനെ പഞ്ചസാര ഉണ്ടായിട്ടില്ല. കടയിൽ പോകാൻ പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്ത് അമ്മയുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടാന്ന്. അങ്ങനെ ഇതാ നമ്മളെ പഞ്ചസാര ഇട്ട് കോഫി റെഡി ആയിട്ടാണ് ഉള്ളത് ഗെയ്സ്. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിന്, അതും കഴുകണം. അങ്ങനെ ഇന്നത്തെ മോർണിംഗിലെ കുറച്ച് കാര്യങ്ങൾ ഇതങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ തേങ്ങാപ്പാൽ വേണം നമുക്ക് പത്തിരിക്ക് മുക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് തേങ്ങയും ചിരണ്ടി അങ്ങനെ പത്തിരിക്ക് ഇതാ നമ്മൾ മുക്കാനും വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. അപ്പോൾ മക്കൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാന്ന് തോന്നുന്നു വരിക. അങ്ങനെ ഞാനൊരു കുറച്ച് പത്തിരി എടുത്ത്, എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ അതാ കഴിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമലൈക്കും.